പുതിയ പുതിയ സാഹിത്യങ്ങൾ ഏതെങ്കിലും മലയാള സാഹിത്യങ്ങൾ ആരെങ്കിലും പുറത്തിറക്കുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെ കയ്യിൽ ഏറ്റവും സുശക്തമായ പ്രമാണങ്ങളുണ്ട്. ഉപരിപ്ലവമായ രീതിയിലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപരിപ്ലവമായ രീതിയിലാണ് പ്രമാണങ്ങൾ നമുക്ക് കൈമാറപ്പെട്ടു വരുന്നത്. മലയാള ഗ്രന്ഥങ്ങൾ വായിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും സംഘക്കാരോ ഏതെങ്കിലും പുതിയ പ്രബോധകന്മാരോ അതത് കാലത്തെ മാത്രം നോക്കിക്കൊണ്ട് വരച്ചിട്ടുള്ള വായിച്ച് അതുകൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്താം, അതിന്റെ ബൗദ്ധിക പ്രമാണങ്ങളെ ബലപ്പെടുത്താം, ഇത് യുക്തഭദ്രമാണെന്ന് സമർത്ഥിക്കാം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു നിലയിലേക്ക് നമ്മുടെ ബോധകന്മാർ ഇറങ്ങി വരികയാണ്. ഉദാഹരണമായി പുതിയ പുതിയ സാഹിത്യങ്ങൾ ഏതെങ്കിലും മലയാള സാഹിത്യങ്ങൾ ആരെങ്കിലും പുറത്തിറക്കുമ്പോൾ അതാണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെ കയ്യിൽ ഏറ്റവും സുശക്തമായ പ്രമാണങ്ങളുണ്ട്. ഏത് കാലത്ത് ഇസ്ലാമിന്റെ ശത്രുക്കൾ, മതത്തിന്റെ ശത്രുക്കൾ, ബഹുദൈവ വിശ്വാസികളോ അല്ലെങ്കിൽ യുക്തിവാദികളോ നിരീശ്വരന്മാരോ ഇത് ഇസ്ലാം എന്ന് പറയുന്നതിന്റെ വിശ്വാസത്തെയാണ് സംസാരിക്കുന്നതെങ്കിൽ വിശ്വാസപരമായ കാര്യങ്ങൾക്കെതിരിൽ വരുന്ന വെല്ലുവിളികളെ നേരിടാൻ പറ്റുന്ന ഏറ്റവും ബൗദ്ധികമായ കോപ്പുകളാണ് നമുക്ക് നമ്മുടെ പണ്ഡിതന്മാർ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ നൽകിയിട്ടുള്ളത്. നമ്മളെ പണ്ഡിതന്മാർ നൽകിയത് വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാണണം. വിശുദ്ധ ഖുർആൻ ആണല്ലോ അള്ളാഹുവിന്റെ ദീനിന് അള്ളാഹു ഇറക്കിയിട്ടുള്ള ഏറ്റവും പ്രമാണം, ഏറ്റവും വലിയ പ്രമാണം. ആ പ്രമാണത്തിന്റെ ഏറ്റവും നല്ല പ്രമാണങ്ങളുടെ ഭാഗങ്ങൾ തന്നെ വിവരിച്ചുകൊണ്ട് തന്നിട്ടുള്ളതാണ് നമ്മുടെ വിശ്വാസ ശാസ്ത്രത്തിന്റെ പ്രമാണങ്ങളൊക്കെ. ആ പ്രമാണങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ ഇപ്പോഴും പഴകിപ്പോയി നമ്മൾ വിചാരിക്കണേ. പഴകിപ്പോയിട്ടില്ല. എല്ലാ കാലത്തും ശരിക്കും നിൽക്കുന്നത് ആ പ്രമാണങ്ങൾ തന്നെയാണ്. പച്ചക്ക് പറഞ്ഞാൽ നമ്മുടെ ശഹുൽ അഖായിദും അതിന്റെ ഹാഷിയകളും ഒക്കെ നൽകുന്ന ഈ ബൗദ്ധിക പ്രമാണങ്ങൾ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രമാണങ്ങൾ തൗഹീദിനും അതുപോലെ നമ്മുടെ വിശ്വാസകാര്യങ്ങൾക്കും. ആ വിശ്വാസകാര്യങ്ങൾക്കുള്ള പ്രമാണങ്ങൾ പഠിക്കുന്നതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അകത്തുള്ള വിശ്വാസപരമായ കാര്യങ്ങൾക്കാവട്ടെ അതിനും യഖീനിയായ നല്ല ഉറപ്പുള്ള സുദൃഢമായ മനസ്സിന് ഉറപ്പ് തരുന്ന തരത്തിലുള്ള പ്രമാണങ്ങൾ തന്നെ അള്ളാഹു വെച്ചതാണ് നമ്മുടെ ഇമാമുകൾ നൽകുന്നത്. ഇമാമുകൾ നൽകുന്നത് അങ്ങനെ തന്നെ എന്നല്ല, അത് കാലികമായി വായിച്ച് നമ്മൾ പഠിക്കണം. കാലികമായി അത് വായിച്ച് പഠിച്ച് സമർത്ഥിച്ചു പോരാൻ പറ്റുന്ന തെളിവാണ്. ഒന്നുമില്ലെങ്കിൽ അത് നേടാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം വിഷയങ്ങളിൽ അവർ ഇടപെടാതിരിക്കണം. അതൊരു ആവശ്യമാണ്. ഇടപെടാൻ കഴിവുള്ളവർ ഇടപെട്ടാൽ മതിയല്ലോ, അല്ലാത്തവർ ഇടപെടാതെ സൂക്ഷിക്കണം.